കണ്ണൂർ വിമാനത്താവളത്തിന്റെ റൺവേ വികസനത്തിനായി സർക്കാർ ഏറ്റെടുത്ത് വിജ്ഞാപനം ചെയ്ത ഭൂമിയുടെ നഷ്ടപരിഹാരം വൈകുന്നുവെന്ന് പരാതി. 210 കുടുംബങ്ങളെ ഒഴിപ്പിച്ച് 245 ഏക്കർ ഭൂമിയാണ് കിയാൽ ഏറ്റെടുക്കുന്നത്. അനുവദിച്ച തുക കൈമാറാനുള്ള പ്രത്യേക ഉത്തരവിന് കാലതാമസം നേരിടുന്നതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവള റൺവേ വികസനത്തിനായി കീഴല്ലൂർ വില്ലേജിലെ കാനാട് കീഴല്ലൂർ പ്രദേശത്തെ 245.32 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത്. 2018 സർക്കാർ ഇതിനായി വിജ്ഞാപനമിറക്കിയത്. ആകെ 210 കുടുംബങ്ങളെയാണ് ഇതിനായി കുടിയൊഴിപ്പിക്കേണ്ടത്. ഇവരുടെ പുനരധിവാസത്തിനായി കീഴല്ലൂർ കൂടാളി വില്ലേജുകളിൽ 36.18 ഏക്കർ ഭൂമി ഏറ്റെടുക്കാനും വിജ്ഞാപനമിറക്കിയിരുന്നു. വിജ്ഞാപനം ഇറങ്ങിയതോടെ ഫലത്തിൽ ഭൂമി സർക്കാരിൻ്റെതായി മാറി. ഇതോടെ ഭൂമി വിൽക്കാനോ പുതിയ നിർമ്മാണങ്ങൾക്കോ അനുമതിയില്ലാതാവുകയും ചെയ്തു. ഈ ഭൂമി പണയം വെച്ച് ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കാനും സാധിക്കുന്നില്ല. വീടുകളുടെ അറ്റകുറ്റപ്പണികൾ പോലും നടത്താൻ സാധിക്കുന്നില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വേണ്ടത് ഇത് ഏറ്റെടുത്ത് ഇതിൽ സ്ഥലവും വീടും നഷ്ടപ്പെടുന്ന ആളുകൾക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ മഴ പെയ്യുമ്പോൾ ഒക്കെ തന്നെ ചെളിയും വെള്ളവും ഒക്കെ തന്നെ ഇവിടെ വന്ന് മുങ്ങി ജനങ്ങൾ വല്ലാത്ത നരകയാതനയാണ് അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും. ഈ ഫോട്ടോ ഇത് ആ സമയത്തൊക്കെ എടുത്ത ഫോട്ടോ ആണ്. അവിടെയുള്ള ചില പ്രദേശങ്ങളിലെ ഫോട്ടോ ആണ്. കോളിപ്പാലം, നല്ലാണി, കീഴല്ലൂർ മേഖലയിലുള്ള ഈ ഭൂമിയിൽ അവിടെ താമസിക്കാൻ സാധിക്കാത്ത നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. പ്രദേശവാസികൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോഴും നഷ്ടപരിഹാരം നൽകാനുള്ള നടപടി വൈകുകയാണ്. തുക അനുവദിച്ചെങ്കിലും പ്രത്യേക ഉത്തരവിറങ്ങിയാൽ മാത്രമേ ജില്ലാ കളക്ടർക്ക് തുക വ്യക്തികൾക്ക് നൽകാനാകൂ. ഈ കാലതാമസം പരിഹരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. നിരവധി പരാതികൾ നൽകിയിട്ടും നടപടിയില്ലാത്തതോടെ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുകയാണ് ഇവർ. ജനുവരി 6 കളക്ടറേറ്റ് മാർച്ച് ഉൾപ്പെടെ പ്രതിഷേധങ്ങൾ നടത്താനാണ് തീരുമാനം. വിമാനത്താവള മേഖലയിൽ നിന്ന് ഒലിച്ചെത്തുന്ന ചെളിവെള്ളം കാരണമുള്ള പ്രശ്നങ്ങളും പ്രദേശത്ത് രൂക്ഷമാണ്. ന്യൂസ് മലയാളം, കണ്ണൂർ.